ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഷാനു സമദ് ബ്ലോഗിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഇന്നെന്താ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് കമൻറ്റും മെസ്സേജും ഒക്കെ കണ്ട് ചക്കിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, ചക്കിക്ക് കുറഞ്ഞോന്നൊക്കെ. ചക്കിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ 8 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നാളെ ആകുമ്പോൾ സ്റ്റിച്ച് എടുക്കാൻ പറ്റും. നാളെ 8 ദിവസമാകും. പിന്നെ മറ്റന്നാൾ ചക്കിക്ക് എക്സാമാണ്, സ്കൂളിൽ വിടണം. നല്ല വേദനയുള്ളത് കൊണ്ടാണ് സ്കൂളിൽ വിടാതിരുന്നത്. ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് തലവേദനയെന്ന് പറഞ്ഞ് പോയി കിടക്കും. ഡോക്ടർ പറഞ്ഞ് ആ പാകമായതുകൊണ്ട് ഇച്ചിരി വേദന കൂടുതൽ കാണും, അതുപോലെ കരിയാനും ഇച്ചിരി താമസമാണെന്ന് പറഞ്ഞ് അതൊക്കെ കൊണ്ടാട്ടോ സ്കൂളിൽ വിടാതിരുന്നത്. പിന്നെ എൻ്റെ ചക്കി പാവമല്ലേ, ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാ ജോലിക്കും ചക്കി എൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ട്. ചായ വയ്ക്കാനും അപ്പം ഉണ്ടാക്കാനും ഒക്കെ ചക്കിയുണ്ട്. പിന്നെ 1-2 മെസ്സേജ് വന്നതാണ് ഞാൻ ഏതാ സ്ഥലമെന്ന്. എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാട്ടോ ഈയിടെ ഒന്നും ഞാൻ പറയാതിരുന്നത്. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയാണ് സ്ഥലം. എൻ്റെ സ്വന്തം വീട് എവിടെയാണെന്ന് ചോദിച്ച്, എൻ്റെ സ്വന്തം വീടും ഈരാറ്റുപേട്ട തന്നെയാണ്. കല്യാണം കഴിച്ചതും ഈരാറ്റുപേട്ട തന്നെയാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചു മൂത്ത മോനിക്ക് എത്ര വയസ്സായെന്ന്. അവനിക്ക് 17 വയസ്സായി. പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു അതെൻ്റെ മൂത്ത മകനല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ മൂത്ത മകനെ എന്ത് ചെയ്യാനാ, സന്തൂർ മമ്മിയായി പോയി. എനിക്കതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചക്കി മാത്രമേ മോനായിട്ടുള്ളൂ എന്ന് ചോദിക്കും. ചക്കിയല്ല, എനിക്ക് 2 പിള്ളേരുണ്ട്. ഒന്ന് കിച്ചുമോനും മറ്റേ ആൾ ചക്കിയുമാണ്. ഇവിടെ 3-4 കമൻറ്റ് അടുപ്പിച്ച് കിടക്കുന്നതുണ്ട് ഹസ്ബൻഡിനെ എന്താ വീഡിയോ കാണിക്കാത്തതെന്ന്. ഹസ്ബൻഡിനെയൊക്കെ ഞാൻ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞെങ്കിൽ ജോലിക്കാർ പോകും, നമുക്ക് ഫുഡ് അടിക്കണ്ടേ? നമ്മുടെ മെയിൻ ഫുഡ് അടിയല്ലേ. ഷോപ്പിങ്ങിന് പോകണം, ഫുഡ് അടിക്കണം, ഇതിനൊക്കെ പൈസ തരണ്ടേ? ഹസ്ബൻഡ് ഇവിടെ വീഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ ജോലിക്ക് പോകാൻ സമയമുണ്ടോ? പുള്ളിനെ ജോലിക്ക് വിട്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത്ര നിർബന്ധമായിട്ട് ഹസ്ബൻഡിനെ കാണേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചെറിയ റീലിലൊക്കെ ആളുണ്ട്. കുറേ ബൈക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മറ്റേ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ആ വ്ളോഗിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്ളോഗിലൊക്കെ കാണുവേ. അല്ലാതെ പുള്ളി ഉള്ള സമയത്തൊന്നും അല്ലല്ലോ ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇന്ന് രാവിലെ വെള്ളയപ്പമായിരുന്നേ, അത് റോയൽ പത്തിരിയിൽ നിന്ന് വാങ്ങിയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി തുടങ്ങിയേ. ചോറ് അതിൻ്റെ ഇടയ്ക്ക് ഇറക്കി റൈസ് കുക്കറിൽ വെച്ചു. ഇത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയാണ്. വെണ്ടയ്ക്ക അരിഞ്ഞത് മെഴുക്ക് പുരട്ടിക്കുള്ളത് ഇട്ടു. മീൻ ഇരിപ്പുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് വറുക്കണം. കുറച്ച് മീൻകറി ഇന്നലത്തെ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടല്ലോ, അതും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. എനിക്ക് ഒരുപാട് തുണിയുണ്ട് ഉണക്കിയെടുക്കാൻ. അതെല്ലാം ഉണക്കിയെടുക്കണം. രാവിലെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോഴത്തേക്കും വെയിലിന് ശകലം ചൂട് വരുമല്ലോ. നിങ്ങൾക്കൊക്കെ തുണി ഉണങ്ങി കിട്ടാൻ പാടാണോ? എനിക്ക് തുണി ഉണക്ക് ഭയങ്കര പാടാണ്. ഞാനിവിടെ വർക്ക് ഏരിയയിലാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂടായി കിട്ടുകയല്ല, തണുത്ത് കിടക്കുവേ. എനിക്കാണെങ്കിൽ വീടിൻ്റെ മുകളിൽ റൂഫിങ് ഇട്ടിട്ടില്ലായേ, അതുകൊണ്ട് ഇങ്ങനെ തുണി ഉണക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കമൻ്റ് ഇടുന്ന കൂട്ടുകാരുടെ പേരൊക്കെ ഇന്നലെ പറഞ്ഞപ്പം 1-2 പേര് പറയുക അവരുടെ പേര് പറഞ്ഞില്ല എന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോയതാണ്. പറയാത്തവരുടെ പേരൊക്കെ ഞാൻ പറയാവേ. അത്യാവശ്യം കമൻറ്റ് സ്ഥിരം ഇടുന്നവരുടെയൊക്കെ പേരെൻ്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ പറയുമ്പോൾ അത് വിട്ടുപോകുന്നേ ഉള്ളേ. പിന്നെ ഓഗസ്റ്റ് 8 മുതൽ 31 വരെയുള്ള വീഡിയോസിൽ നിന്ന് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ ഫുൾ വീഡിയോസ് കാണുന്നവരെ ഞാൻ ഉൾപ്പെടുത്തുള്ളേ. നിങ്ങൾ കാണാതെ പോകുന്നവരെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുവേ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണേ. എന്നിട്ട് വേണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യേണ്ടത്. ഇന്നലത്തെ ബ്ലോഗിലെ കമൻറ്റിൽ കണ്ടു റംസിയ AN എൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. റംസിയ എടുത്ത് പറഞ്ഞിട്ടുണ്ട് റംസിയയുടെ പേര്. മായ വിനോദ്, ജുബാബത്ത് ബഷി എൻ്റെ ചിന്നമ്മയാണ്. അനസ് CM, അൻസീന അൻസാർ, നിസാം നവാസ്, സഫിയ CP, നജിയ ഷെരീഫ്. അവൾ എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നതാണ്. അവളുടെ പേര് എപ്പോഴും പറയാൻ മറന്നു പോവുക. ഷാമോൻ നൗഫൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെയൊക്കെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇന്ന് പറയാൻ വിട്ടുപോയവരുടെയൊക്കെ പേര് ഇനി അടുത്ത വ്ളോഗിൽ പറയാവേ. എൻ്റെ കറികളുടെയൊക്കെ പരിപാടി കുറേയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഐസ് പോയ മീൻ മസാല പുരട്ടാൻ പോവാണ്.
പിന്നെ അമ്പിളി എൻ്റെ ചേട്ടത്തിയാണോ ചേട്ടൻ്റെ വൈഫാണോ എന്നൊക്കെ ചോദിക്കും. അല്ല, എൻ്റെ സ്വന്തം ചേട്ടത്തിയാണ് അമ്പിളി. കുറച്ച് പേര് ചോദിച്ചു നിങ്ങൾ ഒരുമിച്ചാണോ താമസമെന്ന്. അല്ല ആകട്ടെ, ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിലാണ്. അവൾ നടക്കൽ പൊന്തനാപ്പറമ്പിലാണ് താമസിക്കുന്നത്, ഞാൻ ഈരാറ്റുപേട്ട PMCയുടെ അടുത്താണ് താമസിക്കുന്നത്. അവൾ എൻ്റെ അടുത്ത് വരുമ്പോഴും അതുപോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്തൊക്കെയാണ് അവളുമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാറ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും അതുപോലെ ലൈക്കും കമൻ്റ് ഇടുകയും പിന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് എന്നോട് സംസാരിക്കാൻ വരുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി പേര് എൻ്റെ ബ്ലോഗ് കാണുന്നുണ്ടെന്നൊക്കെ എനിക്കിപ്പം മനസ്സിലായേ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണണേ. അതുപോലെ ഇൻസ്റ്റയിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ. ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഈരാറ്റുപേട്ടയിലെ സ്റ്റാഫുകളായ സീനത്തിത്തായും മക്കീഫയിത്തായും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. നാളെ അവരുടെ ഷോപ്പിൽ പോകണം, ഒരു വീഡിയോസൊക്കെ ഒന്ന് എടുക്കണമെന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, അതിനെന്നാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ നമ്മളെ തേടി വരുന്നവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ബ്ലോഗൊക്കെ കാണുന്നതുകൊണ്ടല്ലേ അവരെന്നോട് ഷോപ്പിൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞത്. അവർക്ക് മാസച്ചിട്ടിയുണ്ട്. നമ്മുടെ കയ്യിലുള്ളൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ എല്ലാ മാസവും കയ്യിൽ എന്താണോ ഉള്ളത് അങ്ങനെ കൊടുത്താൽ മതിയേ. നിങ്ങളെല്ലാവരും ഒന്ന് ചേരണേ ഇത്താമാരോട്. ഞങ്ങളുടെ ഈ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി പേര് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോയി സ്വർണ്ണം എടുക്കാറും ഒക്കെ ഉണ്ട്. ഞാൻ പോകുന്നുണ്ട് അവരുടെ ഷോപ്പിൽ, അപ്പം നിങ്ങൾ അവിടുത്തെ കളക്ഷനൊക്കെ കാണിച്ചു തരാവേ. പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ പോയി സ്വർണ്ണം എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷനും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുവേ. ഡയമണ്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ. നിങ്ങളെല്ലാവരും പോയി എന്താ ഡയമണ്ടാണോ സാധാ സ്വർണ്ണമാണോ എടുത്തെന്നൊക്കെ ഒന്ന് പറയണേ. ഈ സീനത്തിത്തായോടും മക്കീഫയിത്തായോടും മാസത്തിൽ ചിട്ടിയുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനും ചേർന്നിട്ടുണ്ട് അവരുടെ അടുത്ത്. അപ്പോഴേക്കും എൻ്റെ ചോറും കറികളും ഒക്കെ റെഡിയായി. ഇനി ഉണ്ടാൽ മാത്രം മതി. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതും കൂടെയൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് എനിക്കൊന്ന് പേട്ടയ്ക്ക് പോകണം. കുറച്ച് ഷോപ്പിംഗ് പരിപാടിയുണ്ട്. ചക്കീനെ കൊണ്ടുവന്നില്ല. ചക്കിയുടെ വാപ്പി ഉച്ചയ്ക്ക് വരുമ്പോൾ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ചക്കിക്കും കിച്ചുമോനിക്കും വേണ്ടിയിട്ട് ചിക്കൻ വറുത്ത് വയ്ക്കുകയാണ്. അവർ മീനൊന്നും കൂട്ടുകയല്ലോ. ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ മസ്റ്റാണല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണം, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.